എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളപ്പോൾ ഇന്ന് ഇൻട്രോയിൽ കണ്ടതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ VFXന്റെ 3 രൂപങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ VFXന്റെ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേറെയും ഒരുപാട് രൂപത്തിൽ VFX ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതികളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ VFX എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് VFX എന്ന് പറഞ്ഞാൽ വിഷ്വൽ എഫക്റ്റിൻ്റെ ചുരുക്കിയ രൂപമാണ് VFX എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷ്വൽ എഫക്റ്റ് തന്നെയാണ്, അതിൻ്റെ ഒരു ചുരുക്കിയ രൂപമാണ് VFX. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ക്ലോത്തിനെയാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോകൾ ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ഇനി ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിലും ശരി, പ്രീമിയർ പ്രോയിലാണെങ്കിലും ശരി, അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എഡിറ്ററിലെ ഒരു എഫക്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ അഥവാ നമ്മുടെ ഈ പച്ച കളർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ബാക്കിൽ കയറ്റി കൊടുക്കും. അപ്പോൾ ആ ഒരു പരിപാടിക്കാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ VFX സ്റ്റുഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ കാണിച്ചു തന്ന ഗ്രീൻ സ്ക്രീന്. അപ്പം നമ്മൾ ഇനി വലിയ ഹോളിവുഡിലൊക്കെ പോകുന്ന സമയത്ത് ഹോളിവുഡിൽ ബ്ലൂ സ്ക്രീനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രീനും ബ്ലൂവും എല്ലാം നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത കളറുകളാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എഡിറ്ററിലിട്ടിട്ട് ആ കളർ പിക്ക് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, കളറുകൾ മിസ്സാവില്ല. അതേസമയം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് എടുത്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ എന്തുണ്ടാവും, വൈറ്റ് കളറുകൾ ഉണ്ടാവും. അപ്പോൾ ആ വൈറ്റ് കളറുകൾ എന്ത് ചെയ്യും, നമ്മളങ്ങനെ പിക്ക് ചെയ്ത് കളയുന്ന സമയത്ത് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനും എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന രണ്ടാമത്തെ രൂപം മോക്കപ്പിംഗ് ആണ്. അതിപ്പോൾ നമുക്ക് ഉദാഹരണത്തിനൊരു വീഡിയോ കിട്ടി. ആ വീഡിയോയിൽ ഒരാൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വെബ്സൈറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സ്ക്രീനിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സിമ്പിൾ എഫക്റ്റ് ഉണ്ട് ആഫ്റ്റർ എഫക്ട്സിൽ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ എഫക്റ്റ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ആ സ്ക്രീനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ, നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ എങ്ങനെ ആ ഒരു സ്ക്രീനിൻ്റെ ഭാഗത്ത് പ്ലേസ് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ രണ്ടാമത് പഠിപ്പിക്കാൻ പോകുന്നത്. മൂന്നാമതായിട്ട് മാസ്കിംഗ് ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ മാസ്കിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നമ്മൾ മാസ്കിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് വിശദീകരിച്ച് തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടൽ തീരത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടി കടൽ തീരത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കടലിനെ മാറ്റി ആ കടലിൻ്റെ സ്ഥാനത്ത് മറ്റൊരു കടലിനെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അത് മാസ്കിങ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു VFX ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള VFXന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപങ്ങളാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. വേറെയും ഒരുപാട് രൂപങ്ങളുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരുന്നു. പിന്നെ ഞാനിന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു പ്രൊമോ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അഥവാ നമ്മുടെ ടോക്ക് ടൈമിൻ്റെ ഒരു ഡോക്യുമെൻ്ററി, ബറാക് ഒബാമ ഇനാഗുറേഷൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുള്ളത് മാസ്കിംഗ് വിത്ത് ട്രാക്കിംഗ് ആണ്. അപ്പോൾ ട്രാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് കാണാത്തവർ അതും കൂടി കാണുക. അപ്പോൾ ട്രാക്കിങ്ങും മാസ്കിങ്ങും കൂടിയും ഒരുമിച്ച് വരുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിച്ച് തരുന്നില്ല. പക്ഷേ മാസ്കിംഗ് ഉപയോഗിച്ചിട്ടുള്ള VFX നമ്മൾ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിങ്ങും ഈ മാസ്കിങ്ങിൻ്റെ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെയാണ് ഒരു വീഡിയോയിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് കളയാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ ഉപയോഗം അറിയായിരിക്കും. സാധാരണഗതിയിൽ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ന്യൂസ് റീഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഒരു പച്ച ശീല വിരിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് ആ പച്ച കളർ എന്ത് ചെയ്യും, നമ്മളൊരു എഫക്റ്റ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്ന് വിളിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മൾ ഗ്രീൻ ബാക്ക് ഡ്രോപ്പ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഗ്രീൻ സ്ക്രീനുകൾ അവൈലബിൾ ആണ്. ഏകദേശം കണ്ടോ 389 രൂപയൊക്കെയാണ് നമുക്ക് വരുന്നത് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഗ്രീൻ സ്ക്രീനൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഗ്രീൻ സ്ക്രീനുകൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ കളയാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന എഫക്റ്റിൻ്റെ പേര് കീ ലൈറ്റ് എന്നാണ്.
അപ്പോൾ നമ്മളിവിടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ കീ ലൈറ്റ് എന്ന് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കീ ലൈറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ്. ഈ എഫക്റ്റ് എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ ഈ ഫൂട്ടേജിലേക്ക് വലിച്ചിടുന്നു. അപ്പോൾ നമ്മുടെ സൈഡിൽ ഇവിടെ എഫക്റ്റ് കൺട്രോൾ പാനലിൽ കീ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ക്രീൻ കളർ എന്നുള്ളിടത്ത് ഒരു ഐ ഡ്രോപ്പറിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഐ ഡ്രോപ്പറിൻ്റെ ചിഹ്നത്തിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് കളറാണോ നമ്മുടെ ഈ വീഡിയോയിൽ നിന്നും പിക്ക് ചെയ്ത് ഒഴിവാക്കേണ്ടത് ആ കളറിൽ കൊണ്ടുപോയിട്ട് ഐ ഡ്രോപ്പർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക മൗസ്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കളയേണ്ടത് ഈ ഒരു പച്ച കളറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പച്ച കളറിൽ ഐ ഡ്രോപ്പർ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്ത് ചെയ്തു, ആ പച്ച കളറ് പോയി കിട്ടി. ഈ വീഡിയോയിൽ നിന്ന് ഗ്രീൻ സ്ക്രീൻ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ അവശേഷിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വ്യൂവിൽ ഫൈനൽ റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് എന്താകുക, സ്ക്രീൻ മാറ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ എന്താകും, നമുക്കിവിടെ ഗ്രീൻ സ്ക്രീനുള്ള ഭാഗത്ത് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഭാഗത്ത് ഒരു വെള്ള കളറുമായിട്ടുള്ളൊരു മോഡിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീൻ മാറും. എന്നിട്ട് ഇവിടെ സ്ക്രീൻ മാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിപ്പ് വൈറ്റ്, ക്ലിപ്പ് ബ്ലാക്ക് എന്ന 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ക്ലിപ്പ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റുള്ള ഭാഗത്തിനെയാണ് ക്ലിപ്പ് വൈറ്റ് എന്ന് പറയുന്നത്. ക്ലിപ്പ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഉള്ള ഭാഗത്തിനെയാണ് ക്ലിപ്പ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ഭാഗത്തെ കളറാണോ കളയേണ്ടത് അവിടെ നമ്മളിങ്ങനെ അതിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും, അഥവാ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, ചെറിയ പൊടികളൊക്കെയാണ് ബാക്കി ഉണ്ടാവാറുണ്ട് സാധാരണ. ഇതിപ്പോൾ നല്ല ലൈറ്റുള്ള നല്ല HD വീഡിയോ ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് ഗ്രീൻ സ്ക്രീൻ കട്ടായി പോയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിവിടെ എമൗണ്ടിൽ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വ്യൂവിൽ സ്ക്രീൻ മാറ്റ് എന്ത് ചെയ്യുക, മോഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ സ്ക്രീൻ മാറ്റിൽ വന്നുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലിപ്പ് ബ്ലാക്കും ക്ലിപ്പ് വൈറ്റിലും ഇങ്ങനെ ജസ്റ്റ് എമൗണ്ടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗ്രീൻ സ്ക്രീൻ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻ മാറ്റിൽ നിന്നും ഫൈനൽ റിസൾട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രീൻ സ്ക്രീനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു വീഡിയോ എടുത്ത് കിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ബാക്കിലായിട്ട് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങോട്ടൊരു വീഡിയോ എടുത്തിടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോക്ക് ബാക്കിൽ വെച്ച് കൊടുക്കാൻ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ സഹായത്തോടെ സാധിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്ത് ചെയ്യണം, കയറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ വളരെ സിമ്പിളായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട വീഡിയോകളൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. ഇങ്ങനത്തെ മോക്കപ്പ് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സൽസ് എന്ന സൈറ്റിൽ പോയിക്കൊണ്ട് നമുക്ക് മോക്കപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് മോക്കപ്പ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വർക്കിന് ആവശ്യാനുസരണം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട വീഡിയോ ഞാനിവിടെ ടൈം ലൈനിലേക്ക് വലിച്ചിടുകയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടു. ഇപ്പോൾ ആ വീഡിയോ ടൈം ലൈനിൽ എത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് ഉള്ളിൽ വെക്കാൻ പോകുന്ന വീഡിയോ. എന്നിട്ട് നമ്മളിവിടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ പോയിക്കൊണ്ട് കോർണർ പിൻ എന്നൊരു എഫക്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താണ്. കോർണർ പിൻ. ഓക്കെ, എഫക്റ്റിൻ്റെ പേര് കോർണർ പിൻ എന്നാണ്. അപ്പോൾ ആ എഫക്റ്റ് വലിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ഫൂട്ടേജിൽ, അതായത് നമുക്ക് ഏതൊരു ഫൂട്ടേജാണോ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ടത് ആ ഒരു ഫൂട്ടേജിലേക്ക് എന്ത് ചെയ്യുക, ഈ കോർണർ പിൻ എന്ന എഫക്റ്റ് വലിച്ചിടുക. അങ്ങനെ വലിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അരികുകളിലായിട്ട് ഒരുപാട് ഡോട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയെ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഡോട്ടുകൾ ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് ഈ കോർണർ പിൻ എന്നുള്ളത്. നമുക്ക് കോർണർ പിൻ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡോട്ടുകൾ കിട്ടും. അപ്പോൾ ആ ഡോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ സ്ക്രീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്യുക, നമ്മളിങ്ങനെ ഫിറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു വീഡിയോ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് ഫിറ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെർഫെക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സൂം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു കറക്റ്റ് അനുസരിച്ച് ഇവിടെ ആക്കി കൊടുക്കാവുന്നതാണ്.
അപ്പോൾ കോർണർ പിൻ എന്ന എഫക്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ട മോക്കപ്പ് ഫയലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട വീഡിയോകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർണർ പിൻ എന്ന എഫക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫൂട്ടേജിൽ ഒരു കടലുണ്ട്. അപ്പോൾ ഈ കടലിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ വേറൊരു കടൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മാസ്കിംഗ് ആണ്. അപ്പോൾ മാസ്കിംഗ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് മാസ്കിങ്ങിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാസ്കിങ്ങിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെൻ ടൂൾ തിരഞ്ഞെടുക്കുന്നു. പെൻ ടൂൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ തീര ഉണ്ടല്ലോ, ആ തീര എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഈ ഫൂട്ടേജ് മാസ്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിനി എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഫൂട്ടേജിൻ്റെ ബാക്കിലോട്ട് ഞാൻ മറ്റൊരു ഓഷ്യൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഷ്യൻ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് മറ്റേ കടലിൻ്റെ സ്ഥാനത്ത് മറ്റൊരു കടലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാസ്കിങ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സിമ്പിൾ VFX മെത്തേഡ്. ഇന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന VFXൻ്റെ 3 രൂപങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ നമ്പർ വഴി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും റിപ്ലൈ ഉണ്ടായിരിക്കും, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ആയ മൈ ടോക്ക് ടൈം എന്ന ഇൻസ്റ്റാഗ്രാം ID മുഖാന്തരവും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്നത്തോടു കൂടി, അഥവാ നാളെ ഒരു ലൈവ് സെഷൻ ഉണ്ട്, ആ ലൈവ് സെഷനോട് കൂടി നമ്മുടെ ചാനലിൽ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ആ ലൈവ് സെഷനിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.